ഹേ വാട്ട്സ്ആപ്പ് പീപ്പിൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫിബനാച്ചി സീരീസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ആയിരുന്നു. അപ്പോൾ ഈ ഫിബനാച്ചി സീരീസ് എന്ന് പറയുമ്പോൾ ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു സീക്വൻസ് ഓഫ് എ നമ്പർ ആണ്. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 1 എന്നാണ്. അപ്പോൾ ആ ഒരു 0 1 ആഡ് ചെയ്തിട്ട് അടുത്ത നമ്പർ ഫോം ചെയ്യും. അപ്പോൾ 0 1 ആഡ് ചെയ്താൽ 1 ആണ്. പിന്നത്തെ നമ്പർ ഫോം ചെയ്യണമെങ്കിൽ തൊട്ട് മുമ്പുള്ള രണ്ട് നമ്പർ, അതായത് 1 1 ആഡ് ചെയ്യും, അപ്പോൾ 2 ആണ്. അപ്പോൾ 2 അവിടെ ഫോം ചെയ്യും. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ട് നമ്പർ, അതായത് 1 2 ആഡ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, 3 ഫോം ചെയ്യും. അങ്ങനെ തൊട്ട് മുമ്പുള്ള രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു സീരീസാണ് ഫിബനാച്ചി സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വൺസ് അഗെയിൻ, മൈ നെയിം ഇസ് സഫ്വാൻ. ലെറ്റ്സ് റോൾ ദ വീഡിയോ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഞാനിവിടെ കമ്പൈലർ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് stdio.h. അതായത് ഇതിലാണ് എന്ത് ചെയ്യുന്നത്, പ്രിന്റ് എഫും സ്കാൻ എഫും ഫംഗ്ഷനൊക്കെ ഉള്ളത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ കൊടുക്കുകയാണ്. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇൻറ്റ് വേണ്ട വേരിയബിൾസ്, ഏതൊക്കെ വേരിയബിൾസ് ആണ് വേണ്ടത് അത് കൊടുക്കുക. ഇൻറ്റ് എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 1, അതേപോലെ തന്നെ നെക്സ്റ്റ് അതേപോലെ തന്നെ n i, അതായത് ലൂപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് i കൊടുക്കുക. എന്നിട്ട് പ്രിന്റ് എഫിൽ എന്ത് ചെയ്യുക, എൻ്റർ നമ്പർ ഓഫ് സീരീസ്, നമ്പർ ഓഫ് ഫിബനാച്ചി സീരീസ് എന്ന് കൊടുക്കുക. ഫിബനാച്ചി സീരീസ് എന്ന് കൊടുക്കുക. എൻ്റർ ദ നമ്പർ ഓഫ് ഫിബനാച്ചി സീരീസ് എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, യൂസറെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, സ്കാനഫിൽ ആ ഒരു വാല്യൂ മേടിച്ച് വെക്കുക. സ്കാനഫ് %d കോമ ആംപർസെൻറ്റ് ഓഫ് n. എന്നിട്ട് എന്ത് ചെയ്യുക, ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ലൂപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ i ഈക്വൽ ടു 1, i ലെസ് ദാൻ ഈക്വൽ ടു n, i പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുക. എന്നിട്ട് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യുക, പ്രിന്റ് എഫിൽ എന്ത് ചെയ്യുക, എ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുക. പ്രിന്റ് എഫ് %d കോമ എ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുക. ആ എക്ക് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഒരു ഇത് കൊടുക്കുക, നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതായത് നെക്സ്റ്റിൻ്റെ വാല്യൂ എ പ്ലസ് ബി ആണ്. അതേപോലെ തന്നെ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബി ആക്കുക. ആദ്യം നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി കഴിഞ്ഞതിന് ശേഷം എൻ്റെ വാല്യൂ ബി ആക്കുക. എന്നിട്ട് ബീൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. അതായത് ബീൻ്റെ വാല്യൂ നെക്സ്റ്റിൽ ഒരു വാല്യൂ ഉണ്ടാവും, ആ നെക്സ്റ്റത്തെ വാല്യൂ ബിക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഇവിടെ റൺ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ എൻ്റെ നമ്പർ ഓഫ് ഫിബനാച്ചി സീരീസ്. അപ്പോൾ ഞാനൊരു 5 കൊടുക്കുകയാണ്. സന്തോഷം. ഒന്നുകൂടി റൺ കൊടുക്കുക. ഓക്കെ, എൻ്റെ നമ്പർ ഓഫ് ഫിബനാച്ചി സീരീസ്. അപ്പോൾ ഞാൻ ഇവിടെ 5 കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 5 കൊടുത്തപ്പോൾ 5 ഫിബനാച്ചി സീരീസ് കിട്ടി. അതേപോലെ തന്നെ ഇനി 6 കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടി, 6 ഫിബനാച്ചി സീരീസ് കിട്ടി. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് നോക്കുക. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലോ ആയിട്ട് ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു വർക്കിംഗ് എങ്ങനെയെന്ന് എഴുതി നോക്കുക. അപ്പോൾ ആ ഒരു സീക്വൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അപ്പോൾ നെക്സ്റ്റിൽ വാല്യൂ ഇപ്പോൾ ഒന്നുമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തത് 0 ആണ്. അതേപോലെ തന്നെ എന്താണ്, ബീൻ്റെ വാല്യൂ 1 ആണ്. നമ്മൾ ഓൾറെഡി അതായത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂ അതാണ്. അപ്പോൾ എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 1, ഇത് രണ്ടും പ്ലസ് ചെയ്തിട്ട് എന്ത് ചെയ്ത് നെക്സ്റ്റിൻ്റെ വാല്യൂ കിട്ടി. നെക്സ്റ്റിൻ്റെ വാല്യൂ അപ്പോൾ എത്ര കിട്ടി, 1 കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഈ ഒരു ഇത് വർക്ക് ചെയ്ത്. എന്നിട്ട് രണ്ടാമത്തെ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ കമൻറ്റ് ചെയ്തിട്ട് തന്നെ വെക്കുന്നുണ്ട്. നെക്സ്റ്റിൻ്റെ വാല്യൂ 1 ആയി. ഇനി എക്ക് എന്ത് ചെയ്യുക,
ഈ ബിന്റെ വാല്യൂ എടുത്ത് വെക്കുക. അപ്പോൾ എന്റെ വാല്യൂ എന്താണ് 0 ആയിരുന്നു, അതിപ്പോൾ 1 ആയി. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ നെക്സ്റ്റിലുള്ള വാല്യൂ എന്ത് ചെയ്യുക, ബിക്ക് എടുത്ത് വെക്കുക. അത് നെക്സ്റ്റിലുള്ള വാല്യൂ എന്ന് പറഞ്ഞത് എന്താണ്, ഇപ്പോൾ 1 ആണ്. അപ്പോൾ ആദ്യത്തെ ലൂപ്പ് എന്ത് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത ലൂപ്പ് വർക്ക് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു അടുത്ത ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, 0 എ ഈക്വൽ ടു 0 ആണ്. അതേപോലെ തന്നെ പ്ലസ് എന്ത് ചെയ്യുക, ബി ഈക്വൽ ടു എന്താണ്, എ ഈക്വൽ ടു 0 അല്ല, എ എന്താണ് 1 ആണ്. എൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആയി. അതേപോലെ തന്നെ ബിൻ്റെ വാല്യൂ 1 ആയി. അപ്പോൾ നെക്സ്റ്റിൻ്റെ വാല്യൂ എന്ത് കിട്ടി, 2 കിട്ടി. ഓക്കെ, അതവിടെ അവസാനിച്ച്. എന്നിട്ട് എന്ത് ചെയ്ത് പിന്നെ എന്താണ് എക്ക് എന്ത് ചെയ്ത് ബിൻ്റെ വാല്യൂ എടുത്ത് വെച്ച്, എക്ക് ബിൻ്റെ വാല്യൂ എടുത്ത് വെക്കുകയാണെങ്കിൽ ബിൻ്റെ വാല്യൂ 1 ആയിരുന്നു. അപ്പോൾ എ ഈക്വൽ ടു എന്ത് ചെയ്യുക, 1 കൊടുക്കുക. എ ഈക്വൽ ടു 1 കൊടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, ബിൻ്റെ വാല്യൂ നെക്സ്റ്റിലുള്ള വാല്യൂ ആണ്. അപ്പോൾ ബിൻ്റെ വാല്യൂ നെക്സ്റ്റിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ്. അപ്പോൾ ഒരു ലൂപ്പ് എന്ത് ചെയ്ത് അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ലൂപ്പ് അവിടെ വർക്ക് ചെയ്ത്. ഓക്കെ, എന്നിട്ട് വീണ്ടും ലൂപ്പിലോട്ട് തന്നെ പോവാം. എന്നിട്ട് നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതായത് ഇപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 1 + 2 ആണ്. 1 + 2 എന്താണ് നമുക്കുള്ളത് 3 ആണ്. 1 + 2 കിട്ടുന്നത്. അപ്പോൾ 3 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എൻ്റെ ബിയിലുള്ള വാല്യൂ എക്ക് എടുത്ത് വെക്കുക. ബിയിലുള്ള ഇപ്പോൾ ഉള്ള വാല്യൂ എന്ന് പറഞ്ഞത് ഇതാ 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ എൻ്റെ വാല്യൂ എന്തായി, 2 ആയി. എൻ്റെ വാല്യൂ 2 ആയി. അതേപോലെ തന്നെ ബിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് നെക്സ്റ്റിലുള്ള വാല്യൂ ആണ്. അപ്പോൾ ബി ഈക്വൽ ടു എന്ത് കൊടുക്കുക, ബി ഈക്വൽ ടു നെക്സ്റ്റിലുള്ള വാല്യൂ എന്ന് പറഞ്ഞത് 3 ആണ്. അപ്പോൾ 3 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും അപ്പോൾ ഇപ്പോൾ ഒരു ലൂപ്പ് കഴിഞ്ഞ് 3 ലൂപ്പായി. ഇനി നാലാമത്തെ ലൂപ്പ് എന്ത് ചെയ്യുക കൊടുക്കുക. അതായത് 2 + 3 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നെക്സ്റ്റിലെ വാല്യൂ ഇപ്പോൾ 5 ആയി. എൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ബിൻ്റെ വാല്യൂ എക്ക് എടുത്ത് വെക്കുക. അപ്പോൾ ബിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ 3 ആണ്. അതെ, അപ്പോൾ അത് എക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബിക്ക് എന്ത് ചെയ്യുക, നെക്സ്റ്റിൻ്റെ വാല്യൂ എടുത്ത് വെക്കുക. ബി ഈക്വൽ ടു നെക്സ്റ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 5 ആണ്. അപ്പോൾ എന്തായി, ഒരു ലൂപ്പ് ഇവിടെ കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുക, അടുത്ത ലൂപ്പിലേക്ക് പോവുക. അപ്പോൾ 3 + എന്താണ് 3 + 5 ആണ്. 3 + 5 എന്ന് പറഞ്ഞത് 8 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് കൊടുക്കുക. അതായത് ഇപ്പോൾ എക്ക് എന്ത് ചെയ്യുക, ബിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ ബിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് എ ഈക്വൽ ടു 3 ആണ്. അതേപോലെ തന്നെ ബിക്ക് എന്ത് നെക്സ്റ്റിൻ്റെ വാല്യൂ, ബിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് എന്താണ് 5 ആണ്. ബിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 5. ഓക്കെ, അപ്പോൾ എന്തായി, ഈ ലൂപ്പ് ഇങ്ങനെ നമ്മൾ എത്ര സീരീസ് ആണോ കൊടുക്കുന്നത് ആ ഒരു സീരീസ് വരെ ഇത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഞാൻ ഇപ്പോൾ ഇവിടെ എത്ര സീരീസ് കൊടുത്ത് വെച്ചാൽ സ്റ്റാർട്ടിങ് ഇവിടെ 1 2 3 4 5 എത്ര ലൂപ്പാണ് ഇവിടെ വർക്ക് ചെയ്ത്, 1 2 3 4 5 ലൂപ്പാക്കിയിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ 5 ലൂപ്പാക്കിയിട്ട് വർക്ക് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ബിൻ്റെ വാല്യൂ ലാസ്റ്റ് 5 വരെ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തോട്ടെ, എൻ്റെ നമ്പർ ഓഫ് ഫിബൊനാച്ചി സീരീസ് 5 കൊടുക്കുക. അപ്പോൾ ഇതാ ലാസ്റ്റ് 0 1 1 2 3 ലാസ്റ്റ് വരെ പ്രിൻ്റ് ആയി. എത്ര കൊടുത്തു വെച്ചാൽ അത്ര. ഇപ്പോൾ നമ്മൾ 6 കൊടുക്കുകയാണെങ്കിൽ 6 കൊടുക്കുക. അപ്പോൾ എത്ര വാല്യൂ അത് ആഡ് ചെയ്തിട്ട് എത്രയായി, നമുക്ക് 5 ആണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് തൊട്ട് മുമ്പുള്ള 2 നമ്പർ അത് ആഡ് ചെയ്തിട്ട് പിന്നുള്ള നമ്പർ ഫോം ചെയ്യും. പിന്നെ ആ നമ്പർ ഫോം ചെയ്തതിനു ശേഷം ആ ഒരു നമ്പറും അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പറും, അപ്പോൾ ഇതിങ്ങനെ ആഡ് ചെയ്തിട്ട് ഒരു സീരീസ് ആയിട്ടാണ് ഈ നമ്പർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇനിയും ഇത് മനസ്സിലാകാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പേപ്പറിലൊക്കെ എഴുതിയിട്ട് ആ ലൂപ്പിന്റെ വർക്കിംഗ് കറക്റ്റ് നോക്കുക. അങ്ങനെ ആകുമ്പോൾ ഏകദേശം ആ ഒരു ലോജിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.